നിലമ്പൂരിൽ ചില യുവ നേതാക്കളുടെ അപക്വമായിട്ടുള്ള ചില പ്രചരണ രീതിയും ചില കാര്യങ്ങളുമൊക്കെ UDF-നെ സാരമായി ബാധിക്കുമോ? അല്ല, UDF-ന് അവരിപ്പോൾ വലിയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് കേട്ടോ. മണ്ഡലത്തിൽ നിന്ന് മൊത്തം അനുസരിച്ച് വിവരങ്ങൾ അനുസരിച്ച് കിട്ടുന്നത് ആര്യാടൻ ഷൗക്കത്ത് ഒരു 15,000 കുറഞ്ഞത് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളതാണ്. LDF കേന്ദ്രങ്ങളിലൊക്കെ ഒരു മ്ലാനതയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ UDF-നകത്ത് ഒരു യുവനിര അങ്ങോട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയുള്ള ഒരു യുവനിരയൊക്കെ വരുന്നുണ്ട്. അത് രമേശ് ചെന്നിത്തലയ്ക്ക് എന്തോ ഒരു അസ്വാരസ്യം പോലെയാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ. യുവ നേതാക്കൾ കുറച്ചുകൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ നേരിടണം എന്നുള്ളത് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് സ്വസ്ഥത നഷ്ടപ്പെടും. കാരണം അദ്ദേഹം ഈ ആകെ അസ്വസ്ഥനായിട്ട് നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനമില്ലല്ലോ, മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. 2026 UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. ഇപ്പോൾ നിലമ്പൂരിൽ വിജയം UDF-ന് അനുകൂലമാണെങ്കിൽ 26 കേരളം ഭരിക്കാൻ പോകുന്നത് UDF എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ രമേശ് ചെന്നിത്തല അതുവരെ ഒരു വളരെ മനസ്സൊരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രി ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇനി എപ്പോഴാണ് ആകാൻ കഴിയുക? 26 കഴിഞ്ഞിട്ട് പിന്നെ വയസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. 17 വയസ്സിലെത്തിക്കഴിഞ്ഞ് പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഒന്നും കൊടുക്കത്തില്ലല്ലോ. 26 കഴിഞ്ഞാൽ പിന്നെ 31 ഉള്ളൂ. അതിനിടയ്ക്ക് ഇവിടെ എന്തെല്ലാം മാറ്റം സംഭവിക്കുമെന്ന് അറിയാമോ? BJP ഇവിടെ കയറിക്കൊണ്ട് വരികയാണ്. ഇനി UDF അധികാരത്തിൽ വന്നാലും വലിയ രീതിയിലുള്ള സീറ്റുകൾ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കും, അത്രയേ ഉള്ളൂ. തട്ടിമുട്ടി പോകാം എന്നുള്ള രീതിയിലാകും. അല്ലാതെ വലിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം BJP ഇവിടെ ഇടം പിടിക്കുകയാണ്. BJP ഇടം പിടിക്കുമ്പോൾ അത് കോൺഗ്രസിന് ദോഷം സംഭവിക്കും. LDF-ന് ഇതുപോലെ തന്നെ ക്ഷതമേൽക്കുകയും ചെയ്യും. LDF-ന് ഇപ്പോൾ നിലമ്പൂരിൽ കിട്ടാൻ പോകുന്നത് വലിയ പരിക്കാണ്. അൻവർ പിടിക്കുന്ന വോട്ട് അവിടെ CPM-ന് ഉണ്ടാക്കുന്ന പരിക്കാണത്. അപ്പോൾ ഈ വലിയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ഈ കോൺഗ്രസിനകത്ത് യുവനിരയൊക്കെ വരുമ്പോൾ അത് വേറൊരു തരത്തിലുള്ള ഗ്രൂപ്പിസത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ള ഭയവും ചെന്നിത്തലയ്ക്കുണ്ട്. പക്ഷേ 2026 മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി അതിലും വലുതായിരിക്കും കോൺഗ്രസിനകത്ത്. കേരളത്തിൽ ആയിരിക്കും പിന്നെ കോൺഗ്രസിന് അല്പം അധികാരം കിട്ടാൻ പോകുന്നത്. ചെന്നിത്തലയെ ഇന്നാണെന്ന് തോന്നുന്നു ഇന്റർവ്യൂ ചെയ്തത് നന്നായി. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഇടയ്ക്ക് എങ്ങാണമായിരുന്നെങ്കിൽ UDF-ന് ഒരു വലിയ ആഘാതം തന്നെ ഉണ്ടായേനെ. ഇപ്പം സതീശനിസം എന്നുള്ളതില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള തുല്യ പ്രാധാന്യമാണ് എന്നൊക്കെ തട്ടിവിട്ട് യുവ നേതാക്കന്മാർക്ക് വിട്ട് കൊട്ടുകൊടുത്തത് ഒരു പക്ഷേ ഇന്നായതുകൊണ്ട് ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞത് കാര്യമായി അല്ലേ? സതീശനിസം ഇല്ല എന്ന് പറയുന്നത് ആര്? ചെന്നിത്തലയാണ് അല്ലേ? അതെ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയാകാൻ ഞാനാണ് യോഗ്യൻ എന്നാണ് ചെന്നിത്തല വിളിച്ചു പറയുന്നത്. ചെന്നിത്തല യോഗ്യൻ തന്നെയാണ്. ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നിട്ടില്ലേ 2016 പല പ്രധാനപ്പെട്ട കാര്യങ്ങളും പിണറായിക്കെതിരെ കൊണ്ടുവന്നില്ലേ? നല്ല രീതിയിലുള്ള പ്രവർത്തനമല്ലേ കാഴ്ചവെച്ചത്? ചെന്നിത്തല പിന്നെ അടുത്ത 2026 മത്സരിച്ചിട്ട് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ട് അടുത്തത് പിടിക്കാനായില്ലല്ലോ. അതെ, 2026 മത്സരിച്ചിട്ട് ചെന്നിത്തല പിന്നെ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതിന് താഴെ ഇരിക്കുന്നത്. അത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസിനകത്ത് വലിയ കലഹം ഉണ്ടാകും, ഉറപ്പാണ്. അത് ഏതൊക്കെ തരത്തിൽ ആരെയൊക്കെ പാര വെച്ച് തകർക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ആ സമയത്തായിരിക്കും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ KC വേണുഗോപാലിനെ കെട്ടിയിറക്കാൻ പോകുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കാണ് ശരിക്കും യോഗ്യനായിട്ടുള്ള ആൾ. VD സതീശന് ചെന്നിത്തലയെ മാറ്റി സതീശനെ കൊണ്ടുവന്നതിൻ്റെ പിന്നിലും ഇപ്പം സതീശൻ ഇനിയിപ്പോൾ നിലമ്പൂരിൽ വിജയമുണ്ടായാൽ അത് സതീശൻ്റെ വലിയ പിന്നെ വിജയമായിട്ടും കേരളത്തിൽ സതീശൻ്റെ ഭാവിയെക്കുറിച്ചും ഒക്കെ വലിയ ചർച്ചയാണ് നടക്കുന്നത്. സതീശൻ്റെ മാത്രം വിജയമൊന്നും അല്ല അവിടെ ഉണ്ടാകുന്നത്. കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനവും ഒപ്പം വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു ഭരണവിരുദ്ധ വികാരം കൂടി ഉള്ളത് കൊണ്ടായിരിക്കും അവിടെ വിജയം ഉണ്ടാകാൻ പോകുന്നത്.
അല്ലാതെ കോൺഗ്രസ് അങ്ങ് മഹത്തരമായതുകൊണ്ടൊന്നും അല്ല അവിടെ വിജയം ഉണ്ടാകാൻ പോകുന്നത്. BJP അവിടെ വലിയ ഇടം ഉണ്ടാക്കുന്നില്ല. ഒരു 10,000 അല്ലെങ്കിൽ 12,000 വോട്ട് നേടും, അത്രയേ ഉള്ളൂ. പിന്നെ അൻവർ നേടും ഒരു 5,000 വോട്ടെങ്കിലും കുറഞ്ഞത്. അതിന് മുകളിലോട്ട് പോകാനാണ് അവസാന റൗണ്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഏത് തരത്തിലാണ് ഇവർക്ക് സതീശനിസം ഉണ്ടെന്ന് പറയുന്നത്? പിണറായിസം എന്ന് പറയുമ്പോൾ പിണറായിസത്തോട് എതിരിടാൻ പറ്റിയത് സതീശനിസം മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും ശക്തമായ ഇടപെടൽ നടത്തിയിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഇടപെട്ട് ശക്തമായ പ്രതിപക്ഷമായിരുന്നു എങ്കിൽ സതീശനിസം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതൊക്കെ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കുന്നതാണ്. ഇനി അപ്പം ചെന്നിത്തലയിസം ഒന്നും വേണേൽ പറയാമല്ലോ, അല്ലെ നായരിസം. പിന്നെ പെരുന്നയിലെ പോപ്പ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനേ അനുവദിക്കത്തുള്ളൂ. ലീഗിന് അത് പിന്നെ ഏത് തരത്തിൽ പോകുമെന്നുള്ള ലീഗിൻ്റെ ഇടപെടലും വളരെ പ്രധാനമായിരിക്കും. കാരണം ലീഗ് വളരെ ശക്തിയോടുകൂടി ഇടപെടും. പക്ഷേ ലീഗ് ഇപ്പോൾ ഇതിനകത്തൊന്നും മിണ്ടാതിരിക്കുകയാണ്. കാരണം ഇതൊക്കെ പറയാനും ഇടപെടാനും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ, ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും. അത് പക്ഷേ അപ്പോൾ ഭരണത്തിൻ്റെ സാധ്യത കുറയ്ക്കും. ഇപ്പോൾ ഭരണത്തോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ള കണക്കുകൂട്ടലിലാണ് അവർ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സാറുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. കാരണം ഒന്നും പറയാനില്ലായിരുന്നു. ഒത്തൊരുമിച്ച് കോൺഗ്രസ്സുകാരങ്ങ് പ്രവർത്തിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിയാൻ, വോട്ടെടുപ്പ് കഴിയാൻ കാത്തിരുന്നു ഓരോ അഭിപ്രായങ്ങൾ. ഇനിയിപ്പോൾ സാറിന് പറയാനുള്ള ഇഷ്ടം പോലെ വാർത്തകളായി എന്നുള്ളതാണ്. ശശി തരൂർ അതിൻ്റെ കൂടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു. തരൂരിനെ വിളിച്ചില്ല. ഉടനെ നമ്മുടെ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നല്ലോ. ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞാൽ അല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്നവരുണ്ടല്ലോ, അവരത് ചാർട്ട് ചെയ്യണം, ഷെഡ്യൂൾ ഇടണം. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉടനെ പറയുന്നത് കല്യാണമൊന്നും അല്ലല്ലോ, അങ്ങ് വരാനെന്ന് വിളിക്കേണ്ട വരുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ നമുക്കറിയാം ഇവിടെ നിന്ന് കാസർഗോഡ് പോയി അവിടെ ഒതുങ്ങി കിടക്കുകയാണ്. ഇനി നിന്ന് ജയിക്കാമെന്നുള്ള കണക്കുകൂട്ടില്ല. അല്ലല്ലോ, അവരുടെ ഒഫീഷ്യലി അവർക്ക് അത് ഡിക്ലെയർ ചെയ്ത് അവർ കൊടുക്കുമായിരിക്കും. ഇവർ ശശി തരൂരിനെ കൊണ്ടുപോയാൽ ഇവർക്കൊരു സംശയം, തരൂരിനെ ഇപ്പോൾ BJPയുടെ മോദിയുടെ ഒരു പ്രതിപുരുഷനായിട്ടാണ് കണ്ടു നിർത്തിയിരിക്കുന്നത് ഇവർ. അങ്ങനെയാണെങ്കിൽ ഇവർ ശശി തരൂരിനെ പുറത്താക്കുക. ഇപ്പോൾ പറയുന്നത് നമുക്കിനിയിപ്പോൾ ശശി തരൂരിൻ്റെ അടുക്കെ ഒന്നും മിണ്ടണ്ട, കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. അല്ല, കേരള UDF കോൺഗ്രസ്സിൽ അത്രയ്ക്ക് തരൂരിനോട് ആർക്കും അങ്ങനെ വലിയ വിരോധമൊന്നുമില്ല. അദ്ദേഹം MP ആയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെതായ ഇത് നോക്കി പോകുന്നു, കൂടുതൽ അടുക്കുന്നില്ല എന്നുള്ളത് അപ്പുറം. ഒരു പക്ഷേ VD സതീശനാണെങ്കിലും അത്രത്തോളം അദ്ദേഹത്തിനെ എതിർക്കുകയൊന്നും ചെയ്തില്ല. അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങ് പോകുന്നു. പക്ഷെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ പല അഭിപ്രായങ്ങളും സ്വരക്കേടുകളും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പം എന്തായാലും ഖാർഗെയും രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ആലോചനയിലാണ് ശശി തരൂർ. ഖാർഗെയും രാഹുൽ ഗാന്ധിയെ അപ്പൊ ആ ഒരു തീരുമാനത്തിന് ശേഷം അറിയാം BJPയിലേക്കാണോ കോൺഗ്രസിൽ നിൽക്കുമോ എന്നുള്ളത്. ഞാൻ പക്ഷെ ഇപ്പോഴും പൂർണ്ണമായും വിശ്വസിക്കുന്നു ശശി തരൂരിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് മാത്രമായിരിക്കും. ഒരിക്കലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ തരൂർ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചാടി BJPയിലോട്ടൊന്നും പോകുന്നില്ല. തരൂരിന് അതല്ല ലക്ഷ്യം. തരൂരിന് വലിയ നയതന്ത്ര സ്ഥാനങ്ങളിൽ ഇരിക്കണം. അതെ, മോദി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിന് രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, അദ്ദേഹത്തിന്റെ ബുദ്ധിയും അദ്ദേഹത്തിന്റെ അറിവും ഒക്കെ ഉപയോഗിച്ച് എന്തൊക്കെ. ഈ തിരുവനന്തപുരത്ത് MP സ്ഥാനം തന്നെ എനിക്ക് തോന്നുന്നില്ല 5 വർഷം തികയ്ക്കുമെന്ന്. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന് നടത്തേണ്ടി വരും. അതൊക്കെ ചില നീക്കുപോക്കുകളൊക്കെ ഇങ്ങനെ അണിയറയിൽ നടക്കുന്നുണ്ട്. ഉറപ്പാണ് തരൂർ കോൺഗ്രസിനകത്ത് നിൽക്കും, പക്ഷേ തരൂർ വലിയ നയതന്ത്ര സ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്യും.